വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. മറ്റൊരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 മാസമാണ് ഇനി എക്സാമിനുള്ളത്. ജൂണിൽ എക്സാം നടക്കാനിരിക്കുകയാണ്. ഈ 2 മാസക്കാലം JRF നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് നമുക്കെങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഏപ്രിൽ 5 ആയിരിക്കുകയാണ്. ഇനി പരമാവധി പോയാൽ 2 മാസമായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. അതുവരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുവാനുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഫോർ നെറ്റ് JRF ഏപ്രിൽ മെയ് 2024 ആരംഭിക്കും. അപ്പോൾ 2024 ഏപ്രിൽ മെയ് എന്ന 2 മാസങ്ങളിൽ ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ 5 ആയി കഴിഞ്ഞു. ഇനി ഏപ്രിൽ മാസത്തിൽ നമുക്ക് അവശേഷിക്കുന്നത് കേവലം 25 ദിവസം മാത്രമാണ്. ഓക്കെ, പിന്നെ മെയ്യിൽ 31, ഇങ്ങനെ 25ഉം 31ഉം ജൂണിൽ ഒരു പക്ഷേ നമുക്കൊരു 5 ദിവസം കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഒരു 60-61 ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ എക്സാമിന് ബാക്കിയുള്ളൂ. ഈ 61 ദിവസം അല്ലെങ്കിൽ ഒരു 60 ദിവസം എങ്ങനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയാണ്. വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. അതൊക്കെ നമ്മൾ മുമ്പ് വേറെ ചില വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിനെക്കുറിച്ച് ധാരണയുണ്ടാകും. അപ്പോൾ ഈ ഒരു കലണ്ടർ സമയത്ത് നമുക്കെങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സിലബസിനെ കുറിച്ചുള്ള ഒരു ധാരണയാണ്. 10 യൂണിറ്റാണ് അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ളത്. പേപ്പർ 1, പേപ്പർ 2 എന്നുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ അറബിക്കാണ്. അറബിക്കിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് 10 യൂണിറ്റാണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് പൊയട്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അബ്ബാസി കാലഘട്ടം വരെയുള്ള കവിതയാണ് യൂണിറ്റ് 1 നമുക്ക് പഠിക്കാൻ. കൂടുതൽ ആളുകൾക്കും അറിയുന്നതായിരിക്കും, എന്നാലും ആദ്യമായിട്ടൊക്കെ ഇതിലേക്ക് വരുന്ന ആളുകളുടെ അവർക്ക് കൂടി ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് അബ്ബാസി പീരീഡ് വരെയുള്ള പ്രോസാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് പ്രധാനമായും 2 ലിറ്ററേച്ചർ വരുന്നുണ്ട്. ഒന്ന് മഹ്ജറും വരുന്നുണ്ട്, മറ്റൊന്ന് ഉന്ദുരുസിയും വരുന്നുണ്ട്. അറബിക് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാലഘട്ടവും അല്ലെങ്കിൽ ഈ 2 അദബ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് നഖ്ദാണ്. ആ നഖ്ദ് തന്നെ ആധുനിക കാലഘട്ടം വരെയുള്ള നഖ്ദ് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നഖ്ദ് യൂണിറ്റ് 4മായി ബന്ധപ്പെട്ടതാണ്. യൂണിറ്റ് 5 ആണ് ചില ആളുകളൊക്കെ കുറച്ചെങ്കിലും ഒരു പ്രയാസം എന്നൊക്കെ പറയുന്നൊരു യൂണിറ്റ്. അതിൽ ഇൽമുൽ ബലാഗ, മആനി, ബദീഅ്, ബയാൻ, അതോടൊപ്പം ഇൽമുൽ അറൂദ് എന്ന് പറയുന്ന പ്രോസഡി അല്ലേ, കവിതയുമായി ബന്ധപ്പെട്ട കാവ്യവിജ്ഞാനം, അതും യൂണിറ്റ് 5ൻ്റെ ഭാഗമാണ്. ഇനി യൂണിറ്റ് 6 എന്ന് പറയുന്നത് അഹമുൽ മസാദിറുൽ ഇമ്പോർട്ടൻറ്റ് അറബിക് സോഴ്സസ് ആൻഡ് റെഫറൻസസ്, പ്രധാനപ്പെട്ട സാഹിത്യവുമായി അല്ലെങ്കിൽ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതിൽ പറയുന്നത്. എല്ലാം നേരിട്ട് ലിറ്ററേച്ചറുമായി കണക്റ്റഡ് ആണ് എന്നല്ല, വളരെ പ്രധാനപ്പെട്ട അറബിയിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക് രചനകൾ, അതോടുകൂടി അഹമ്മദ് അമീനിൻ്റെ ആധുനിക കാലത്ത് എഴുതപ്പെട്ട രചനകളും. യൂണിറ്റ് 7 എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് മോഡേൺ അറബിക് ലിറ്ററേച്ചർ. പഴയ കാലത്തൊക്കെ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ചില ഫന്നുകളിൽ പരിമിതമായിരിക്കും. എന്നാൽ ആധുനിക കാലഘട്ടം എന്ന് പറയുമ്പോൾ വിവിധമായ സാഹിത്യ തരംഗങ്ങളും അല്ലെങ്കിൽ മുന്നേറ്റങ്ങളൊക്കെ സാധ്യമായി. അപ്പോൾ കേവലം കവിതയിലോ അല്ലെങ്കിൽ കേവലമായ പ്രോസിലോ ഒതുങ്ങുന്നതല്ല, പകരം ആ പ്രോസിൽ തന്നെ വിവിധങ്ങളായ ശാഖകളുണ്ടാകും. നമുക്കിതിൽ കവിത പഠിക്കാനുണ്ട്, അതേപോലെ എസ്സേ പഠിക്കാനുണ്ട്, പിന്നെ വരുന്നത് സ്റ്റോറിയാണ്, ഷോർട്ട് സ്റ്റോറി പഠിക്കാനുണ്ട്, നോവൽ പഠിക്കാനുണ്ട്, ഡ്രാമയും പഠിക്കാനുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് 39 പേരെ ഡിസ്കസ് ചെയ്യപ്പെടുന്നൊരു യൂണിറ്റാണ് യൂണിറ്റ് 7 എന്ന് പറയുന്നത്. അത്രയും ഗഹനമായിട്ട് തന്നെയുള്ള യൂണിറ്റാണ്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് ലിറ്റററി ട്രെൻഡ്സ്, അതേപോലെ ചില സ്കൂളുകളെ കുറിച്ചും പഠിക്കാനാണ്. നമുക്കറിയാം, ഈ ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ ശേഷം ലോകത്ത് സാഹിത്യത്തിൽ വലിയ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകളും ട്രെൻഡുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം റൊമാൻസ് അല്ലേ, റൊമാൻറ്റിസം ഉണ്ട്, ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ട്രെൻഡുകൾ യൂറോപ്യൻ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അലയലുകൾ അറബി സാഹിത്യത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അതോടുകൂടെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരുപാട് മൂവ്മെൻറ്റുകളുണ്ട്. അതിൽ 4 മൂവ്മെൻറ്റുകൾ യൂണിറ്റ് 8 നമുക്ക് പഠിക്കാനുണ്ട്. റാബിത്ത കലമിയ ഉണ്ട്, അതേപോലെ ഉസ്ബ ഉന്ദുലിസി ഉണ്ട്, പിന്നെ
മദ്രസത്ത് ദീവാനുണ്ട്, ജമാഅത്ത് അപ്പോള്. ഇങ്ങനെ 4 സ്കൂളുകളും 5 ട്രെൻഡുകളും ഉൾപ്പെടെ 9 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് യൂണിറ്റ് 8 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ ചെറിയൊരു യൂണിറ്റാണ്. കേൾക്കുന്നതിൻ്റെ ഒരു ഗഹനതയൊന്നും യൂണിറ്റ് 8-നില്ല. നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. മറ്റൊന്ന് ഇൻഡോ അറബിക് ലിറ്ററേച്ചറാണ്. ഇന്ത്യയിൽ നിന്ന് അറബിയിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികൾ, അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, കവികൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് യൂണിറ്റ് 9 നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും അവസാനം യൂണിറ്റ് 10 തർജമത്തുൽ അറബിയ അൽ ഇംഗ്ലീസിയ അൽ അറബിയ വ തത്ബീഖാത്തുൽ ലുഗവിയ വൽ മഅലൂമാത്തുൽ ആമ്മ. അപ്പോൾ തർജുമ അത് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കുള്ളതുണ്ടാകും. പിന്നെ ലിംഗ്വിസ്റ്റിക് അപ്ലിക്കേഷൻ, അതോടുകൂടെ അറബ് ലോകവുമായി ബന്ധപ്പെട്ട ചില പൊതുവായ വിവരങ്ങൾ. ഈ കാര്യങ്ങളാണ് യൂണിറ്റ് 10 നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ തന്നെയാണ്. ചില പരീക്ഷകളിലൊക്കെ വളരെ കൂടുതലായി ചോദ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷയിലും കുറച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അതോടുകൂടെ തത്ബീഖാത്തും ലുഗവിയയിലും അവർ നന്നായി പുതിയ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അഥവാ ഈ ഭാഗത്താണ് നഹ്വ്, അതേപോലെ സിലകൾ അല്ലേ, നമ്മൾ റഗിബ അൻ എന്നാണോ അല്ലെങ്കിൽ അല റഗബ ബി ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തുള്ള അർത്ഥവ്യത്യാസങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിലകൾ വരുന്ന സമയത്തുണ്ടാകുന്ന വാക്കുകളുടെ അർത്ഥവ്യതിയാനങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ തവണയും ചോദിച്ചിട്ടുണ്ട്. മാല എന്ന് വെച്ചിട്ടൊരു വേർഡ് വെച്ചിട്ട് യമീലു അങ്ങനെ ഒരു അറബി പദം തന്നിട്ട് അതിൻ്റെ സമാനമായ മുത്തറാദിഫായിട്ട് വരുന്ന സിലയോട് കൂടിയുള്ള അഹബ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ഇപ്പോൾ അവർ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗവും കുറച്ചൊക്കെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 10 യൂണിറ്റുകളാണ് അറബിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റ് വളരെ തറവാക്കി വെച്ചു. ഇപ്പോൾ യൂണിറ്റ് 7 നമ്മൾ ഉഷാറാക്കി, അങ്ങനെ ഒരു 5 യൂണിറ്റ് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമുക്ക് നെറ്റ് ലഭ്യമാവാൻ പോകുന്നില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിസർച്ച് മെത്തഡോളജി ഒക്കെ പഠിക്കുമ്പോൾ വാലിഡിറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ പൊതുവെ എന്ത് ചെയ്യും, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. യൂണിറ്റ് 1-ൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻ ചോദിക്കും. യൂണിറ്റ് 2-ൽ നിന്ന് ഒരു 6 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ചോദിക്കും. യൂണിറ്റ് 3-ൽ നിന്നും ഒരു 7 ക്വസ്റ്റ്യൻ, ഉദാഹരണം പറയാണ്. യൂണിറ്റ് 4-ൽ നിന്ന് ഒരു 6, യൂണിറ്റ് 5-ൽ നിന്ന് ഒരു 8 ക്വസ്റ്റ്യൻ, അങ്ങനെ യൂണിറ്റ് 9-ൽ നിന്ന് ഒരു 8, യൂണിറ്റ് 8-ൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻ, യൂണിറ്റ് 7-ൽ നിന്ന് ഒരു ചിലപ്പോൾ 10-ൻ്റെയൊക്കെ മേലെ പോകും. യൂണിറ്റ് 6-ൽ നിന്ന് ഒരു ചില ഇത്തവണയൊക്കെ വളരെ കുറഞ്ഞ ചോദ്യമുള്ളൂ, ഒരു 5-6 ചോദ്യം ഉണ്ടാവും. യൂണിറ്റ് 10-ന്ന് ഇപ്പോൾ പാരഗ്രാഫൊക്കെ 2 വരുന്നത് കൊണ്ടും ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട നെഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് പലപ്പോഴും 10-ലധികം ചോദ്യങ്ങളിലേക്ക് യൂണിറ്റ് 8 വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലൊരു 5 യൂണിറ്റ് പഠിച്ചാൽ ബാക്കിയുള്ള യൂണിറ്റിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ലെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ള യൂണിറ്റുകളിൽ നിന്ന് വരുന്ന മാർക്കുകൾ നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ യൂണിറ്റുകളും പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് മൊത്തം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകുള്ളൂ. എവിടെ നിന്ന് ചോദ്യം വന്നാലും കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യുക, ചില ഭാഗം പഠിക്കുക എന്നുള്ള രീതി നെറ്റ് എക്സാം പോലെയുള്ള മത്സര പരീക്ഷകളിൽ ഒട്ടും ഭൂഷണമല്ല. നമ്മൾ ചിലപ്പോൾ സ്കൂളുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില യൂണിറ്റ് നന്നായി പഠിക്കുമ്പോൾ പരീക്ഷയിൽ പാസ്സാവാനുള്ള മാർക്ക് മതിയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും യൂണിറ്റ് പഠിച്ചാൽ 40 മാർക്ക് കിട്ടും 80-ൽ, അതുകൊണ്ട് അതങ്ങ് പഠിക്കുക. ഇത് പാസ്സാവുക തോൽക്കുക എന്നുള്ളതല്ല, ഇതിൽ ഈ കട്ട് ഓഫിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. കട്ട് ഓഫിലേക്ക് എത്തണമെങ്കിൽ അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നെറ്റ് നേടാൻ തന്നെ നമ്മൾ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് 190 അതിൻ്റെയൊക്കെ മുകളിൽ മാർക്ക് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആകെ ഒരു 300 മാർക്കുള്ളതിൽ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം എടുത്താൽ 300 മാർക്കുള്ളതിൽ പേപ്പർ 2-ൽ 200 മാർക്കും പേപ്പർ 1-ൽ 100 മാർക്കും ഉള്ളത്. ഇതിൽ 190 മാർക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കൊരു 40 60 മാക്സിമം അല്ലെങ്കിൽ ഒരു 50 കൂട്ടും. നമ്മൾ 50 ബാക്കി ഒരു 200 വേണമെങ്കിൽ 150 ഉണ്ടാക്കേണ്ടത് ഏതിൽ നിന്നാണ്, ഈ നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിൽ നിന്നാണ്. അപ്പോൾ ഈ 150 മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ 75 ക്വസ്റ്റ്യൻ ശരിയാവണം. 75 ക്വസ്റ്റ്യൻ ശരിയാവണം എന്ന് പറഞ്ഞാൽ ഏറെ യൂണിറ്റ് നമ്മൾ ചുരുങ്ങിയത് പഠിക്കണം എന്നുള്ളതാണ് ശരാശരി വെച്ച് നോക്കിയാൽ ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും കവർ ചെയ്ത് പോകുമ്പോഴേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുക, ചില ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം, നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒരു സൂത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ യൂണിറ്റുകൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് പ്രാഥമികമായി യൂണിറ്റുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്ങനെയൊക്കെയാണ് യൂണിറ്റുകൾ? അപ്പോൾ നമുക്ക് യൂണിറ്റുകളെ വേണമെങ്കിൽ നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം.
ഒന്ന് വെരി ഡീപ്പ് യൂണിറ്റ് ഉണ്ട്, പാർഷ്യൽ ഡീപ്പ് ഉണ്ട്, പെരിഫറൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ട് മുകളിലൂടെ തന്നെ ഒരു വായന നടത്തിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള യൂണിറ്റാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്, യൂണിറ്റ് 5 എന്ന് പറയുന്നത്, യൂണിറ്റ് 7, യൂണിറ്റ് 9. യൂണിറ്റ് 1 ഡീപ്പാകുന്നത് നന്നായി ആഴത്തിൽ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം മുഅല്ലഖ അറബിക് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് മുഅല്ലഖയാണ്. നമുക്ക് അതിലെ ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് യൂണിറ്റ് 1 നല്ല ഡീപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് റെഫറൻസ് ഉപയോഗിച്ച് വായിക്കാനുള്ള ഒരു ഭാഗമാണ് യൂണിറ്റ് 1. യൂണിറ്റ് 5 അത് ഗഹനമാകുന്നത് അതിൻ്റെ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ടല്ല, പഠിക്കുന്നത് പലപ്പോഴും ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. തിയററ്റിക്കൽ പഠിച്ചാൽ യൂണിറ്റ് 5 നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് യൂണിറ്റ് 5 നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ പഠിക്കണം. ഉദാഹരണം പറഞ്ഞാൽ മജാസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചേർക്കപ്പെടേണ്ട ഒന്നല്ലാത്ത മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോഴാണ് എന്നൊക്കെ നമ്മൾ തിയററ്റിക്കലി പഠിച്ചു വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത തുച്ഛമാണ്. മുൻപൊക്കെ അങ്ങനെ ചോദ്യം ചോദിച്ചിരുന്നു, മജാസ് അഖലി എന്ന് പറഞ്ഞാൽ ഇതിന് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിലേക്കുള്ള ഇസ്നാദാണ് എന്ന് കണ്ടെത്താണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനെ ചോദിക്കാനുള്ളൊരു സാധ്യതയില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ വരിക ഒരു ബൈത്ത് തരും, ഒരു കവിത തന്നിട്ട് ആ കവിതയിലുള്ളത് മജാസാണോ അല്ലെങ്കിൽ മജാസിൽ തന്നെ ഏത് ഇനമാണ്, മുർസലാണോ, ഇനി ഇസ്തിയാറത്തിൽ തന്നെ ഏത് ഇനമാണ്, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തിയറി പഠിച്ചു വെച്ചത് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സാമ്പിളുകളിൽ നിന്ന് നമ്മൾ തിയറിയിലേക്ക് വരണം. നമ്മൾ റിസർച്ച് ചെയ്ത് പഠിച്ച സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പ് ഡൗൺ അങ്ങനെയുള്ള ഈ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഒന്നും പഠിച്ചിട്ടുണ്ടല്ലോ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് യൂണിറ്റ് 5 നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ യൂണിറ്റ് 5 മൊത്തം പഠിച്ചിട്ടുണ്ടാകും, എക്സാമിന് ചോദ്യം വരുന്ന സമയത്ത് നമുക്കൊന്നിനു പോലും ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് യൂണിറ്റ് 5 നമ്മൾ കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് എന്നുള്ളതല്ല, ഉള്ളത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കേണ്ടത് കൊണ്ട് കുറച്ച് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. യൂണിറ്റ് 7 എന്ന് പറയുന്നത് വളരെ ടഫായത് അല്ലെങ്കിൽ ഡീപ്പാകുന്നത് അതിൻ്റെ വൈപുല്യം കൊണ്ടാണ്. 39 ആളുകളെ കുറിച്ച് നമുക്കതിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 39 ആളുകളിൽ പലർക്കും കവികളിൽ വരുന്ന കുറച്ച് ആളുകൾക്ക് എന്തില്ല, കാര്യമായ രചനകളില്ല. അപ്പോൾ അഹമ്മദ് ഷൗക്കി, ബാറൂദി, ഹാഫിള്, മത്രാനൊക്കെ എടുത്താൽ കുറഞ്ഞ രചനകൾ മാത്രമേ അവർക്ക് നമുക്ക് കാണാൻ പറ്റും. അഹമ്മദ് ഷൗക്കി കുറച്ചുകൂടെ ഉണ്ട്, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ കുറച്ച് ഇങ്ങോട്ട് വന്നാൽ ആ കവികൾ തന്നെ ബദർ ഷാക്കിർ സിയാബ് ഇങ്ങനെ കുറച്ചിങ്ങോട്ട് താഴോട്ട് വന്നാൽ ഓരോരുക്കും ഒരുപാട് രചനകളുണ്ട്, ദർവേഷനൊക്കെ കണ്ടമാനുണ്ട്. അതിന് താഴോട്ട് വന്നാൽ റിവായയിൽ, ഖിസ്സ, കസീറയിലൊക്കെ അനേകം രചനകളുണ്ട്. അപ്പോൾ 39 പേരെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ പുസ്തകങ്ങൾ, അവരുടെ രചനകൾ പരിചയപ്പെടാൻ കൂടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. മുമ്പൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നമുക്കതിൻ്റെ ഭാഗത്ത് പറയാം. അതുകൊണ്ട് തന്നെ യൂണിറ്റ് 7 എന്താണ്, വളരെ ഡീപ്പായിട്ട് പോകേണ്ട ഒരു യൂണിറ്റാണ്. അല്ലാതെ ഈ യൂണിറ്റ് 7 39 ആളുടെ 39 പുസ്തകം മൊത്തം വായിക്കണം, മനസ്സിലാക്കണം എന്ന അർത്ഥത്തിലല്ല ഞാൻ ഡീപ്പ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആളുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് കുറച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. യൂണിറ്റ് 9 വളരെ ആധികാരികമായിട്ടുള്ളൊരു യൂണിറ്റാണ്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അതിൽ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രോസ് ഉണ്ട്, പിന്നെ പൊയട്രി ഉണ്ട്, പിന്നെ ബുക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുക്സിൽ ഇവിടെ നിന്നും വന്ന ആളുകളുടെ പുസ്തകമുണ്ട്, ഈ 2 ഏരിയയിലും വരാത്ത ആളുകളുടെ പുസ്തകവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഏരിയയിൽ വരാത്ത ആളുകളുടെ പുസ്തകം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓതേഴ്സിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, വായിക്കാൻ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ ബൽഖറാമിയുടെ പുസ്തകം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ബൽഖറാമിയെക്കുറിച്ച് പ്രോസിലും പോയട്രിയിലൊന്നും പരാമർശമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതി പഠിക്കുമ്പോൾ അദ്ദേഹത്തെയും കൂടി പഠിക്കണം. ജബീദിയെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് അത് മുമ്പിൽ വരാത്തതാണ്. എന്നാൽ കനൂജി പ്രോസിൽ വരുന്ന ആളാണ്. കനൂജിയുടെ 2 പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കനൂജിയെക്കുറിച്ച് വേറെ പഠിക്കണം, നമ്മളിത് പ്രോസിൽ അദ്ദേഹത്തെ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഷവലുല്ലാഹുദ്ദീനയുടെ ഹുജ്ജത്തുള്ള പഠിക്കാനുണ്ട് ബുക്സിൽ. ഷവലുല്ലാഹുദ്ദീനെ പ്രോസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഓദർ എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ വരാത്ത സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ളയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വേറെ പുസ്തകം, അവരുടെ പുസ്തകം നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അവരും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടതുണ്ട്, ഈ യൂണിറ്റ് 9 കുറച്ചൊക്കെ നമ്മൾ ടൈം എടുത്ത് തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി അത്ര ഡീപ്പിലേക്ക് പോവാത്തത് യൂണിറ്റ് 3 കുറച്ചെങ്കിലും ഡീപ്പാവുള്ളൊരു കാരണം അതിൽ ഖലീൽ ജിബ്രാനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നൊരു യൂണിറ്റാണ്. മഹ്ജർ എന്ന് പറയുമ്പോൾ അറബിക്ക് ആധുനിക അറബ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഹ്ജർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജിബ്രാനൊക്കെ കടന്നു വരുന്നുണ്ട്, കുറച്ചൊക്കെ നമ്മൾ നന്നായി വായിക്കണം. എന്നാൽ അത്ര തന്നെ ഡീപ്പില്ലാത്ത
ഡീപ്പിലേക്ക് പോവേണ്ടാത്ത ഒരുപാട് ആളുകളും അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉന്തുലിസിലും ചില ആളുകൾ കുറച്ച് ഡീപ്പിൽ പോകണം, എന്നാൽ ബാക്കിയുള്ള ആളുകൾ അത്ര ഡീപ്പിൽ പോകണ്ട. അതുകൊണ്ടാണ് ഒരു ഭാഗികമായിട്ട് ഇത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. യൂണിറ്റ് 4 ഇതിൽ മോഡേൺ ലിറ്ററേച്ചറിൽ വരുന്ന ത്വാഹ ഹുസൈൻ, അക്കാദ് ഇങ്ങനെയുള്ള നാക്കിദീങ്ങളുണ്ട്. ഇവരൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ നന്നായിട്ട് തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ആധുനിക അറബ് സാഹിത്യത്തിൻ്റെ ഏറ്റവും അപ്പോസ്തലനായിട്ട് വിളിക്കപ്പെടുന്ന ആളാണ് ത്വാഹ ഹുസൈൻ. അവരൊക്കെ ഈ യൂണിറ്റിലാണ് കടന്നു വരുന്നത്. കുറച്ചധികം വായിക്കാനുണ്ട്. അബ്ബാസി കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ ഇബ്നു ഖുത്തൈബയെ പോലെയുള്ള, ജുംഹിയെ പോലെയുള്ള, ഇബ്നു റഷീഖിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചൊക്കെ നമ്മൾ നോക്കി വായിക്കേണ്ടതുണ്ട്. യൂണിറ്റ് 10 ഞാൻ പറഞ്ഞു പല ആളുകൾക്കും അറിയാത്തതാണ് ഈ ട്രാൻസ്ലേഷൻ. അതേപോലെ നെഹ്വിൻ്റെ നിയമങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള നിയമങ്ങളൊന്നല്ല ചിലപ്പോൾ ചോദിക്കുക. അതുകൊണ്ട് ആ ഭാഗവും നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്ത് വായിക്കേണ്ടതുണ്ട്. യൂണിറ്റ് 2ഉം യൂണിറ്റ് 6ഉം 8ഉം ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താ, യൂണിറ്റ് 2 ഇത് തന്നെ കൊടുക്കേണ്ടതല്ലേ എന്ന്. ഇപ്പോൾ യൂണിറ്റ് 2 നമ്മളിപ്പോൾ ജാഹിദ്, അബ്ദുൽ ഹമീദ് ഇവരെ കുറച്ചുകൂടി ഉണ്ടാവാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അങ്ങ് അവരുടെ ഒരു നോട്ട്സ് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചാൽ ഏറെക്കുറെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. യൂണിറ്റ് 6ൻ്റെ കഥ ഒരുപാട് പുസ്തകങ്ങളും മോഡേഴ്സൊക്കെ ഉണ്ടെങ്കിലും ആ ബുക്സിൻ്റെ ഒന്നും വളരെ ഡീപ്പ് ലെവലിലേക്ക് അങ്ങനെ പോകാറില്ല. നമുക്ക് ആ ബുക്സിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന നോട്ട്സ് കിട്ടി നമ്മളത് വായിക്കുകയും ചെയ്താൽ കുറേയൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത്തവണ യഥാർത്ഥത്തിൽ ചോദിച്ചിട്ടുള്ളത് ഒറ്റ ചോദ്യമാണ്. യൂണിറ്റ് 6 ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒറ്റ ചോദ്യം വന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് 3 ചോദ്യം എന്ന് പറയാം. യൂണിറ്റ് 2 നിന്നൊക്കെ വരുന്ന ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ യൂണിറ്റ് 2 3 പുസ്തകങ്ങൾ ആളുകളൊക്കെ പറയുന്നുണ്ട്. അതോടുകൂടെ യൂണിറ്റ് 6 ഒരാൾ ആ ടേബിളുണ്ട്. ആ അർത്ഥത്തിൽ യൂണിറ്റ് 6 നിന്ന് വേണമെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യനെ മറ്റോ ചോദിച്ചെന്ന് പറയാം. അല്ലെങ്കിൽ പ്യുർ ആയിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യനെ കണ്ടിട്ടുള്ളൂ യൂണിറ്റ് 6 നിന്ന്. യൂണിറ്റ് 8 നിന്ന് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ 5 ട്രെൻഡുകളെക്കുറിച്ചും 4 മൂവ്മെൻറ്റുകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. കേവലമായിട്ടുള്ള വായന മൂവ്മെൻറ്റുകളെക്കുറിച്ച് പഠിക്കും, അതിൻ്റെ രൂപീകരണം, അതിൻ്റെ വർഷം, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, അതിലെ മെമ്പേഴ്സ്. ഇത് ഈ ട്രെൻഡുകളെക്കുറിച്ച് പഠിക്കും. റൊമാൻറ്റിക്സത്തിൻ്റെ ആളുകൾ ആരൊക്കെയായിരുന്നു, അങ്ങനെ ജസ്റ്റ് ഒരു വായന എന്നുള്ളത് മതിയാകും യൂണിറ്റ് 8നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതാണ് നമ്മൾ യൂണിറ്റ് വൈസ് ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ഈ 4 യൂണിറ്റുകൾ കുറച്ച് കൂടുതലായിട്ട് നോക്കേണ്ടതാണ്, ഡീപ്പ് ലെവലിലേക്ക് പോവേണ്ടതാണ്. 3, 4, 10 എന്ന് പറയുന്നത് ഭാഗികമായിട്ട് നമ്മൾ അതിൻ്റെ ഡീപ്പ് ലെവലിലേക്ക് പോകണം. ഇത് 3ഉം നമ്മൾ ഏറെക്കുറെ ഒരു പെരിഫറൽ റീഡിങ് നടത്തിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ വലുതിലേക്ക് ആദ്യം തന്നെ പോയാൽ നമുക്ക് അതെത്തുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണ്ട വിധത്തിൽ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ തളർന്ന് താഴോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും തുടങ്ങേണ്ടത് സ്റ്റാർട്ട്സ് ഫ്രം സ്മോൾ യൂണിറ്റ്സ് ടു ബിഗ് യൂണിറ്റ്സ്. നമ്മൾ ചെറിയ യൂണിറ്റ് വായിക്കുക, അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു യൂണിറ്റ് കഴിഞ്ഞല്ലോ എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകും. വലിയ യൂണിറ്റ് 7 നിങ്ങൾ ആദ്യം തന്നെ വായിക്കാൻ എടുത്തിച്ചു. ഈ 39 ആളെ വായിക്കുമ്പോഴേക്കും 4-5 ദിവസമാകും. അവർ 3-4 ദിവസം കഴിയുമ്പോൾ പടച്ചോനെ ഇത് എവിടെ എത്തും തോന്നില്ല കേട്ടോ. ഇനി ആകെ 19 ദിവസമല്ല, 5 ദിവസം ഇപ്പോൾ കഴിഞ്ഞ് ഇതെവിടെ എത്തിയില്ലല്ലോ, ഇനി 9 യൂണിറ്റ് ഉണ്ടല്ലോ എന്നൊരു മൈൻഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര നിരാശ വരും, അല്ലെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ വളരെ വലുതാത്തതിനടുത്ത് നിർത്തി വെച്ച് ഇതിൻ്റെ പേജുകളൊക്കെ മറിച്ച് പഠിച്ചുകൊണ്ട് ഇതിപ്പോൾ തീരൂലല്ലോ, ഇതിപ്പോൾ ഒരുങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരുങ്ങരുത്. നമ്മൾ ആദ്യം ചെറിയ യൂണിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ വലിയ യൂണിറ്റിലേക്ക് അവസാനം എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ പറയുമ്പോൾ ഈ യൂണിറ്റ് നേരത്തെ പറഞ്ഞ പെരിഫറലായിട്ടുള്ള യൂണിറ്റ് 8, യൂണിറ്റ് 6, യൂണിറ്റ് 2 ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യം വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഓക്കെ, ആദ്യം മനസ്സിലാക്കുക. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 3, 4 ഇത്ര യൂണിറ്റുകളല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? ഒരു യൂണിറ്റ് കൂടെ ഉണ്ടായിരുന്നില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 10 10ാമത്തെ യൂണിറ്റും ഇത് പിന്നെ വായിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത ഡീപ്പിലേക്ക് 1, 5, 7, 9 ഈ ഒരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എല്ലാവരെക്കുറിച്ചും അല്ല പറയുന്നത്. ചില ആളുകൾക്ക് ഭയങ്കരമായി ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകും, എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ പ്രിപ്പറേഷനൊക്കെ സമയത്ത് ഭയങ്കരമായ പേടിയുണ്ടാകും. അങ്ങനത്തെ ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യൂണിറ്റ് 7 എടുത്ത് തുറന്ന് വെച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ആ പരീക്ഷയിൽ എഴുതൂല, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, പഠനം തന്നെ അവർക്ക് പൂർണ്ണമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം ആളുകൾ അത്തരമൊരു രീതി സ്വീകരിക്കാതെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ചെറിയ യൂണിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്
വലുതിലേക്ക് പോകുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് മൂവ് ആവുകയും ചെയ്യുക എന്ന് പറയാറുണ്ട്. ഈ ഇമേജ് അതിനാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വലിയത് ചിന്തിക്കുക, പതിയെ തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ സമയം റൺ ചെയ്യാൻ പറ്റും. ഈ വലിയ മാരത്തോണിൻ്റെയൊക്കെ ആളുകളുണ്ടാകും. അവർ ചിലപ്പോൾ 10,000 മീറ്റർ അല്ലെങ്കിൽ 5,000 മീറ്ററൊക്കെ ആയിരിക്കും അവർ ഓടുക. എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററും 10 കിലോമീറ്ററൊക്കെ ആയിരിക്കും അവർക്ക് ഓടാനുണ്ട്. ഇപ്പോൾ മുഹമ്മദ് ഫറയൊക്കെ അവർ സ്റ്റാർട്ടിങ് ആ ബെല്ല് സൈറൺ മുഴങ്ങുന്ന സമയത്ത് തന്നെ അങ്ങ് ഓടിക്കെതുക്കല്ലേ ചെയ്യുക. അവർ മെല്ലെ മെല്ലെ പോയിട്ട് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോയി ചെയ്യുക. അപ്പോഴേ അവർക്ക് ആ 10,000 മീറ്റർ ഓടി തീർക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ അവർ തളർന്നു വീഴും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പരമാവധി എനർജി എടുത്ത് ഓടിയാൽ ഒരു 100 മീറ്ററൊക്കെ ഓടുമ്പോഴാണ് അങ്ങനെ ഓടേണ്ടത്. ഒരു 10,000 മീറ്റർ ഓടുമ്പോൾ നമ്മൾ സാവകാശം അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്കത് ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിപ്പറേഷൻ്റെ സമയത്ത് എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവർക്കും അല്ല, ഓരോരുത്തർക്ക് ഇതൊക്കെ സബ്ജക്റ്റീവാണ്. എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എന്നാലും പൊതുവായിട്ട് ഈ അത്തരം ആശങ്കകളൊക്കെ ഉള്ള ആളുകൾ ഈ രീതി സ്വീകരിക്കുന്നതായിരിക്കും പ്രിപ്പറേഷൻ അവർക്ക് കൂടുതൽ ഗുണകരമാകുക. മറ്റൊന്ന് നോട്ട്സ് മേക്ക് ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതെന്ത് ചെയ്യും, ലെമൻ ഹഫിള ഫറ, മനസ്സിൽ സൂക്ഷിച്ച് വെച്ചത് അങ്ങ് പാറിപ്പോകും. മൻ കതബ കറ, എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അത് അവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലുണ്ടാവില്ലെങ്കിലും അവിടെ ഉണ്ടാവും. ഇപ്പോൾ ആവശ്യമുള്ള സമയത്ത് എടുത്ത് നോക്കാമല്ലോ. ഇതിനർത്ഥം മനസ്സിൽ കയറ്റരുതെന്നല്ല കേട്ടോ. മുമ്പ് പോലെ ഇമാമികളുടെയൊക്കെ ചരിത്രം കേട്ടിട്ടുണ്ട്, എഴുതി വെച്ചതൊക്കെ കള്ളന്മാരും ഉണ്ട്, അപ്പോൾ ഫുള്ള് മനപ്പാടാക്കാൻ തീരുമാനിച്ചു എന്ന്. നമുക്ക് മനപ്പാടമാക്കാൻ എഴുതി വെക്കുന്നത് സഹായകരമാകും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു, യൂണിറ്റ് 1 വായിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് 1 എന്ന് ഫസ്റ്റ് പേജിൽ ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. എന്നിട്ട് അപ്പുറത്തെ പേജിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ തന്നെ എന്ത് ചെയ്യുന്നു, നോട്ട്സ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മുഅല്ലഖ എന്നുള്ള സബ് ടൈറ്റിൽ ആദ്യം നിങ്ങൾ വായിക്കുന്നത് ഇംറുൽ ഖൈസിനെയാണ്. അപ്പോൾ ഇംറുൽ ഖൈസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡെത്ത്, ഒരു വിഷയം നിങ്ങൾക്ക് ഡേറ്റ് ബർത്ത് ചിലപ്പം കിട്ടും 500 അല്ലേ, 540 അല്ലെങ്കിൽ 545 എന്നൊക്കെ കാണാൻ പറ്റും അല്ലേ. മീലാദിയാണ് ഇതൊക്കെ. അപ്പോൾ അത് ആദ്യം എഴുതി വെക്കുക. ശേഷം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജുന്ദുഹ് ഇബ്നു ഹജർ. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പോയിൻ്റ് പോയിൻ്റ് വൈസായിട്ട് നമുക്ക് കാര്യങ്ങൾ എഴുതി വെച്ചാൽ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഓർത്ത് വെക്കാൻ സുഖം ഉണ്ടാകും. അപ്പോൾ അത് എഴുതി വെക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു നോട്ട്സ് നിങ്ങൾ ചെയ്യാത്ത വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ കാണുന്നത് ഇങ്ങനെ എഴുതി വെക്കുക. അല്ലാതെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇടാതെ ഇങ്ങനെ തപ്പി നോക്കി സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യാത്തിൻ്റെ പേജ് എടുത്ത് വെക്കുന്നു. ആ രണ്ടാമത്തെ കാര്യം കാണുന്നത് ഉമ്മയുടെ പേര് ഫാത്തിമ, ഉഖ്ത് മുഹല്ലൽ, അത് എഴുതി വെക്കുന്നു. പക്ഷേ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്തുന്നൊരു ഭാഗത്ത് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു മാർക്കറായിട്ടുള്ള പേന ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൃത്തികേടാക്കി, ഇത് വൃത്തിയുണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, വൃത്തികേടാക്കി എഴുതി വെച്ചാൽ എഴുതി വെച്ചതിൻ്റെ ഒരു ഉപകാരം നമുക്ക് കിട്ടുമല്ലോ. പിന്നീട് അത് വായിച്ച് വയ്ക്കാൻ മനസ്സിലാവില്ല, വേറെ ആളുടെ സഹായമൊക്കെ തേടേണ്ടി വരും, അപ്പോഴേക്ക് പരീക്ഷ കഴിയും. അതുകൊണ്ട് എഴുതി വെക്കുന്നത് എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ഓരോ യൂണിറ്റ് വൈസ്, ഒന്നുകിൽ ചെറിയ യൂണിറ്റ് ഒരു നോട്ട് വാങ്ങിയിട്ട് ഓരോ യൂണിറ്റിനും ഓരോ നോട്ടാക്കുക. എക്സ്ട്രാ നിങ്ങൾക്ക് പിന്നീടൊക്കെ കാര്യം അതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വലിയ യൂണിറ്റ് ഒരു നോട്ട് വാങ്ങിയിട്ട് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. വലുത് ചിന്തിക്കണം നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റ് ജെആർഎഫ് നേടുക എന്നുള്ളതല്ല, നെറ്റും ജെആർഎഫൊക്കെ നേടിയിട്ടും ഒരുപാട് ആളുകൾക്ക് നെറ്റും ജെആർഎഫൊക്കെ നേടിക്കൊടുക്കാനുള്ള ഒരു വഴി കൂടി നമ്മൾ എന്ത് ചെയ്യണം, വെട്ടിത്തെളിക്കണം. അപ്പോൾ അതിനുകൂടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ നെറ്റുമൊക്കെ ജെആർഎഫൊക്കെ കിട്ടിയിട്ട് പിന്നെ തൽക്കുന്ന വേറെ പ്രിപ്പറേഷൻ സമയമുണ്ടല്ലോ. അപ്പോൾ വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷേ ഈ 2 മാസം അതിനെല്ലാത്തിനും കൂടി സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് PYQ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഏതൊരു മത്സര പരീക്ഷയിലും ആ മത്സര പരീക്ഷയുടെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാം ഫ്രെയിം നമുക്ക് കിട്ടാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതിൻ്റെ മുൻകാല ചോദ്യങ്ങൾ അല്ലെങ്കിൽ മുൻകാലത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അതിനായിട്ട് ഫെമിലിയർ ആവുക എന്നുള്ളത്. അപ്പോൾ അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുറേ വർഷത്തെ എക്സാമുകൾ, ഇപ്പോൾ 2019 ജൂണിലോ മറ്റാണ് സിലബസ് മാറിയിട്ടുള്ളത്. 2018 ഡിസംബറിലാണ് തോന്നുന്നു NTA എക്സാം ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് 2018 ജൂണൊന്നും NTA അല്ല, CBSEയുടെ ആ ഒരു പാറ്റേണിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. 2019 ജൂണിലാണ് NTA തന്നെ സിലബസ് മാറ്റിയിട്ട് 19 ഡിസംബറിലോ ആണ് സിലബസ് മാറ്റിയിട്ടുള്ള എക്സാം നടത്തുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ളതൊക്കെ പഴയ സിലബസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം
മുൻപുള്ളത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം ഐഫറിൻ്റെ ഇ ബുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഐഫറിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് നെറ്റ് അതിലവിടെ ക്ലിക്ക് ചെയ്താൽ ഓരോ PYQs കാണാൻ പറ്റും. ഇ ബുക്സ് എന്ന് നോക്കിയാൽ നെറ്റിൻ്റെ ഇ ബുക്സ് ഇങ്ങനെ ഓരോന്നിൻ്റെയും കാണാൻ പറ്റും. അതിൽ അറബിക്കിൻ്റെ ഇ ബുക്സ് കാണാൻ പറ്റും. ഇ ബുക്ക് അത് നിങ്ങൾ എന്ത് ചെയ്യാം, സോൾവ്ഡ് പേപ്പറാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. അതിൻ്റെ ഓരോ സെറ്റിൻ്റെയും ലാസ്റ്റ് അതിൻ്റെ ആൻസർ ഉണ്ടാവും, മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുൻകഴിഞ്ഞ ചോദ്യങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. 2018 ജൂൺ മുതൽ 2023 ഡിസംബർ വരെയുള്ള 10 സെറ്റുകൾ നിലവിൽ ഈ ബുക്കിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കണം എന്നല്ല, നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയൊരു സൗകര്യം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഒരു 5-6 വർഷത്തെ പരീക്ഷകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഒരു പക്ഷേ നേരിട്ട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരും. ഇപ്പോൾ 2021 ഞാൻ JRF ക്രാക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു നഖായിദ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. എല്ലാവരും തെറ്റിച്ചിട്ടുള്ളൊരു ആൻസറായിരുന്നു. അത് പഠിച്ച ആരും ആ ആൻസർ ശരിയാക്കിയിട്ടുണ്ടല്ലോ. കാരണം നമ്മളൊക്കെ നഖായിദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഫറസ്ദക്കിലേക്കും ജരീറിലേക്കും പോകുന്നു. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ അമവി എന്നുണ്ടായിരുന്നു. നമ്മൾ അമവി ക്ലിക്ക് ചെയ്തു, പക്ഷേ ആൻസർ ഇസ്ലാമി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലെയിമൊക്കെ ചെയ്തിരുന്നു പല ആളുകളും, പക്ഷേ ഒന്നും അവർ അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാമി എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഠിച്ച ആളുകളൊക്കെ ആൻസർ തെറ്റിച്ചിട്ടുണ്ടാകും. ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ അത് ശരിയാക്കിയിട്ടുണ്ടോ യാദൃച്ഛികമായിട്ട്. വളരെ ആധികാരികമായി ഡീപ്പായിട്ട് പഠിച്ച ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ, കാരണം നമ്മൾ ഇപ്പോഴും കുറേ നോക്കിയിട്ട് വളരെ ഒതൻറ്റിക്കായിട്ട് ഇസ്ലാമിക കാലഘട്ടത്തിൽ തന്നെ ആണ് എന്നൊന്നും അങ്ങനെ ശ്രദ്ധയപ്പെട്ടില്ല. അപ്പോൾ അത് ശരിയാക്കിയ ആളുകൾ വളരെ വളരെ തുച്ഛമായിരിക്കും. ആ ഒരു പരീക്ഷയുടെ ചോദ്യം നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ടായിരുന്നു ഈ തവണ ഒരാൾ പരീക്ഷ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ആ ചോദ്യം സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയായിരുന്നു. കാരണം ഇത്തവണയും ആ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്, നഖായിദ് തുടങ്ങിയത് ഏത് കാലത്താണെന്ന്. അപ്പോൾ അത് ആ ഒരു PYQ നോക്കി എഴുതിയിട്ടുള്ള ആൾക്ക് ഒന്നും കൺഫ്യൂഷൻ ഇല്ല. ഷീറുൽ ഇസ്ലാം പിന്നെ ഇസ്ലാമിക അസറുൽ ഇസ്ലാമി എന്നുള്ളത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ആൻസർ ചെയ്യാത്ത ഒരാളാണെങ്കിലോ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഭയങ്കര ഡിബേറ്റ്, ഇത് ഇസ്ലാമി എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്, തെറ്റാണ്, നമുക്ക് ക്ലെയിം ചെയ്യണം എന്നൊക്കെ. അത് നേരത്തെ ചോദിച്ചിട്ടുള്ളതും അവരത് ശരിയാക്കി കൊടുത്തിട്ടുള്ളതുമാണ് ഇസ്ലാമിക കാലഘട്ടം എന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുൻകാലത്തെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇനി ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആൻസറിലേക്കുള്ളൊരു വഴി ആ ഒരു PYQ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭ്യമാകും. അല്ലെങ്കിൽ എക്സാം ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ പ്രിപ്പറേഷന് ഏത് റൂട്ടിലാണ് മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെ ഒരു കൃത്യമായ ഐഡിയ കിട്ടാൻ നമുക്ക് PYQകളുടെ അറ്റൻഡിങ് എന്ന് പറയുന്നത് വലിയ സഹായകരമാകും. അതുകൊണ്ടത് മറന്നു പോകാതിരിക്കുക. നിങ്ങളുടെ കൈകളിൽ ടെലഗ്രാമിലൊക്കെ പലയിടത്തും വരുന്നുണ്ട് ആ രൂപത്തിലോ, അല്ലെങ്കിൽ PYQയുടെ പുസ്തകങ്ങളുണ്ട് ഇ ബുക്കായിട്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ 2 മാസം കൊണ്ട് നിങ്ങൾ ഒരുപാട് സോഴ്സുകൾ ആശ്രയിക്കരുത്. ഇപ്പോൾ 2 മാസമുള്ളത്. അപ്പോൾ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ഉമ്മാത്തുൽ കുത്തുബുള്ളത്, സയ്യാത്ത്, ഓക്കെ, പിന്നെ ഏതാണുള്ളത് ഫാഹൂരി, പിന്നെ ഏതാണുള്ളത് ജുർജി, ഷൗഖി, ഫറൂഖ്, ജവാഹിർ, യൂണിറ്റ് 9 നുസ്ഹ, യൂണിറ്റ് 5 ബലാഗ അൽ വാദിഹ, യൂണിറ്റ് 4 നഖദിൻ്റെ ചില സാധനം, പിന്നെ യൂണിറ്റ് 8 ഇത്തിജാഹാത്ത് ഹറക്കാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. ഇതിൻ്റെയൊക്കെ ഒരു PDF കൂടെ അയച്ചു, എന്നിട്ട് ഇതെല്ലാം കൂടി നോക്കണം. നെവർ. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ഓവർലോഡഡ് ഇൻഫർമേഷൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സോഴ്സുകൾ ഒരുപാട് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്താൽ പലപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ പാളും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഓവർലോഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കരുത്. പരമാവധി എന്ത് ചെയ്യുക, ആധികാരികമായ സ്രോതസ് ഉപയോഗപ്പെടുത്തുക, അത് കൃത്യമാക്കി വെക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത്. അല്ലാതെ ആധികാരിക സ്രോതസ്സുകൾ ഒരുപാടുണ്ട്, എല്ലാം കൂടി 2 മാസം കൊണ്ട് കലക്കി കുടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അവിടെ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ കാണുന്നത്, അപ്പോൾ അത് തെറ്റാണോ, ഏതാണ് ശരി എന്നിങ്ങനെ കൺഫ്യൂസിങ് ഫാക്ടർ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ സയ്യാത്താണെങ്കിൽ സയ്യാത്തിൽ ക്ലിപ്തമാക്കുക, അതല്ല ഫാഹൂരി ആണെങ്കിൽ ഫാഹൂരിയിൽ ക്ലിപ്തമാക്കുക. ഇനി സയ്യാത്തിൽ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് ഫാഹൂരി ആശ്രയിക്കാം. ഇനി ഫാഹൂരിലും സയ്യാത്തിലും ഇല്ലാത്ത ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ജുർജി അവലംബിക്കാം. ഇങ്ങനെ ഒരു ഏരിയക്ക് ഒരു ഗ്രന്ഥം എന്നുള്ള രൂപത്തിൽ നിജപ്പെടുത്തുക. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ട് തന്നെ നോട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഐഫറിലെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ
ഓരോ യൂണിറ്റിനും ഓരോ മെറ്റീരിയലാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യൂണിറ്റ് 7ൻ്റെ തന്നെ 150-200 അടുത്ത് പേജ് ഉണ്ട്. യൂണിറ്റ് 7ൻ്റെത് യൂണിറ്റ് 1ൻ്റേത് ഏകദേശം 100 അടുത്ത് പേജ് വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള നോട്ടുകൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ആ നോട്ട് ഡിപ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, 2 മാസം പരമാവധി നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, വൃത്തിയിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഓവർലോഡഡ് ഇൻഫർമേഷൻ എന്നുള്ള ഈ വിജ്ഞാനത്തോടുള്ള ഒരു ആർത്തി ഉണ്ടാവില്ല, നല്ലതാണ് ഈ റിസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു എക്സാം പ്രിപ്പറേഷൻ എന്നുള്ള നിലക്ക് അത്തരം കാര്യങ്ങളാകുമ്പോൾ കൺഫ്യൂസിങ് എന്നുള്ളൊരു ആസ്പെക്റ്റ് വരും. അതുകൊണ്ട് അത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും ഫോക്കസ് ചെയ്യേണ്ട ഭാഗം, എല്ലാ ഭാഗവും പഠിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം എല്ലായിടത്തു നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചില ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് 60 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ. ജൂണിലെ 4-ാം തീയതി വരെ എടുത്താൽ നമുക്ക് 60 ദിവസമുള്ളത്. ഈ 60 ദിവസവും കൂടി നമ്മൾ വായിക്കാൻ വേണ്ടി ഇരിക്കരുത്. ഇതിൽ നമ്മൾ 30 ദിവസമാണ് ഫസ്റ്റ് ലെവൽ പ്രിപ്പറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 30 ഡേയ്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് ഫേസ് പ്രിപ്പറേഷൻ നടത്തുന്നു. അടുത്തൊരു 30 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾ, അഥവാ നമ്മൾ റിവിഷൻ ആസ്പെക്റ്റിലും അതോടൊപ്പം നമുക്ക് ഈ PYQ, മോക്ക് ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള ടെസ്റ്റ് അറ്റൻഡൻസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കി ഒരു 4-5 ദിവസം ഉണ്ട് ചിലപ്പം, അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പൊടിതട്ടുക, ഫൈനൽ ഫിനിഷിംഗ് വർക്ക്സ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 30 ദിവസത്തെ പഠനത്തിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ യൂണിറ്റിലും ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് 1 എന്നുള്ളത് 6 ഭാഗമാണ്. മുഅല്ലഖയുടെ മുകളിൽ എന്തുണ്ട്, അസ്ലുൽ ലുഗ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഈ മുഅല്ലഖയുടെയും മുഹദറമിൻ്റെ ഇടയിൽ സആലീഖ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ മൊത്തത്തിൽ 6 ഭാഗമുണ്ട്. അപ്പോൾ അതൊന്നും പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് മുഅല്ലഖയിലാണ്. ആ മുഅല്ലഖയിൽ തന്നെ ഇംറുൽ ഖൈസും അന്തറക്കും മറ്റുള്ളവരെക്കാൾ കുറച്ചധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അന്തറയെക്കുറിച്ചൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനർത്ഥം സുഹൈറും അംർ ബിൻ കുൽസൂമും പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല. ഈ കഴിഞ്ഞ എക്സാമിന് അംർ ബിൻ കുൽസൂമിൻ്റെ ഈ മുഅല്ലഖ് ആരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണ്, അംർ ബിൻ ഹിന്ദ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ മുഅല്ലഖിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആര് എന്നുള്ളതാണ് പറയുന്നത്. ഇനി മുഹദറമീങ്ങളിൽ നമുക്കറിയാം ഹസ്സാനുണ്ട്, ഹുത്തൈയുണ്ട്, കഅബ്, ഹൻസാവൊക്കെ ഉണ്ട്. അതിൽ ഹസ്സാൻ റളിയല്ലാഹു അൻഹു, ഹുത്തൈ, ഈ 2 പേരെ ഒന്ന് കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അമവികളിൽ നമുക്കറിയാം ഫറസ്ദഖ് ഉണ്ട്, ജരീർ ഉണ്ട്, ജമീൽ ഉണ്ട്, ഉമർ ബിൻ അബി റബീ ഉണ്ട്, അഖ്തലുണ്ട്. അപ്പോൾ അഖ്തലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഫറസ്ദഖ്, ജരീർ, അതേപോലെ ജമീൽ ബിൻ ഉമറിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ തവണ കാമുകി ഏത് ഗോത്രക്കാരിയാണ്, ജമീൽ ഏത് ഗോത്രക്കാരിയാണെന്ന് മറ്റൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവരെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. യൂണിറ്റ് 1 ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത് അബ്ബാസിയാണ്. 7 പേരെ നമുക്ക് പഠിക്കാനുണ്ട്. സിലബസിൻ്റെ PDF നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ കിട്ടും. അതുകൊണ്ടാണ് സിലബസ് മൊത്തത്തിൽ സബ് ടൈറ്റിലുകളടക്കം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കാത്തത്. അപ്പോൾ ഈ അബ്ബാസി കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഷാർ, ബുഹ്തരി, മുത്തനബി, അബുൽ അല അൽ മാരി. ഇതിനർത്ഥം ഇബ്നു റൂമിയോ അല്ലെങ്കിൽ മുത്തനബിയോട് കൊടുത്ത അബൂ തമാം, ഇവരൊന്നും അബൂ നവാസ് ഒന്നും പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല. അബൂ നവാസൊക്കെ വളരെ റിലവൻ്റ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അങ്ങനെ യൂണിറ്റ് 1 നമ്മൾ 4 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള 30 ദിവസം അല്ലേ, ആ 30 ദിവസത്തിൽ എന്ത് ചെയ്തു, 30 ദിവസത്തിൽ 4 ദിവസം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് 26 ദിവസമാണ്. ഓക്കെ, ഈ 26 ദിവസം കൊണ്ടാണ് ഇനി ബാക്കിയുള്ളത് നമ്മൾ വായിച്ച് പഠിക്കേണ്ടത്. ഇനി അടുത്തത് യൂണിറ്റ് 2. യൂണിറ്റ് 2 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പെരിഫറൽ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂണിറ്റ് 2 നമുക്കറിയാം ഒരുപാട് ഭാഗമുണ്ട്. ഇവിടെ ജാഹിലി കാലത്തെ ഖിതാബുണ്ട്, നമ്മളെ ഖുസ്ബിന് സായിദയും അതേപോലെ നമ്മുടെ അക്കിസമും വരുന്ന ജാഹിലി കാലഘട്ടത്തിലുണ്ട്. പിന്നെ ഇസ്ലാമി കാലഘട്ടത്തിലെ ഖിതാബുണ്ട്, റസായിലുണ്ട്, മഖാമയുണ്ട്. അതിനുശേഷം ഖിസസ്, ഹിക്കായാത്ത് എന്ന് പറയുന്ന അടുത്തൊരു പാർട്ടൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പോൾ എല്ലാം നമ്മൾ നോക്കണം. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മാത്രമാണ് പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയാണ്. ഇത് കണ്ടിട്ട് ബാക്കിയുള്ളത് നോക്കേ വേണ്ട എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. അപ്പോൾ ഇസ്ലാമി കാലഘട്ടത്തിലെ ഖിതാബിൽ സിയാദ്, ഹജ്ജാജ് ഇവരെ നമ്മൾ ബാക്കിയുള്ളവരേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കണം. റസായിലിൽ അബ്ദുൽ ഹമീദ്, ജാഹിൽ, ഇബ്നുൽ ഹമീദ് ഇവർ 3 പേരെയും നമ്മൾ കൂടുതലായിട്ട് നോക്കണം. വേറൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾക്ക് ഒന്നിലധികം യൂണിറ്റിൽ വരും. അപ്പോൾ അവരേതെങ്കിലും ഒരു യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, വായിക്കുക. അങ്ങനെ മറ്റേ യൂണിറ്റിൽ നിന്ന് അവരെ വായിക്കാതെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും. അവരെക്കുറിച്ച് ഈ യൂണിറ്റിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് 2 യൂണിറ്റ് കവർ ചെയ്ത് ഉപകാരം കിട്ടും. 2 യൂണിറ്റിൽ ഉള്ള ആളാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ നന്നായി വെച്ചാൽ 2 യൂണിറ്റിലോട് വരുന്ന ഒരാളെ നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ യൂണിറ്റ് 2 ജാഹിദിനെ എടുത്ത് നോക്കിയാൽ നമുക്ക് യൂണിറ്റ് 2 കാണാൻ പറ്റും. അതേപോലെ യൂണിറ്റ് 6 തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 2 യൂണിറ്റിലും വരുന്നത് കൊണ്ട് ഒറ്റ വായന കൊണ്ട് നമുക്ക് 2 യൂണിറ്റിലെ ഭാഗം കവർ ചെയ്തൊരു ഉപകാരം കിട്ടും. ഇനി യൂണിറ്റ് 3 ഇബ്നു അബ്ദുറബ്ബ് വരുന്നുണ്ട്. ഇബ്നു അബ്ദുറബ്ബിനെ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അദ്ദേഹം യൂണിറ്റ് 6 കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇബ്നു അബ്ദുറബ്ബിനെ നമ്മൾ യൂണിറ്റ് 3 തന്നെ പഠിച്ചാൽ, അല്ലെങ്കിൽ യൂണിറ്റ് 6 ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്താൽ 2 യൂണിറ്റിൽ വരുന്ന ആളാണ്. 2 യൂണിറ്റിൻ്റെ ഭാഗം കവർ ചെയ്തൊരു ഗുണം കിട്ടും. അതുപോലെ മീഖായിൽ നൈമ യൂണിറ്റ് 3 വരുന്നുണ്ട്, യൂണിറ്റ് 4 വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ അവരെ നമ്മൾ കവർ ചെയ്യണം. 2 യൂണിറ്റിൽ വരുന്ന ആൾക്ക് ചെറിയൊരു പ്രാധാന്യം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യരുത്, അവരെ യൂണിറ്റ് 3 വായിച്ചില്ല, 6 വായിച്ചില്ല, അല്ലെങ്കിൽ 4 വായിച്ചില്ല, 3 വായിച്ചില്ല, അങ്ങനെ സ്കിപ്പ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുത്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അവരെ നമ്മൾ വായിക്കണം. ഇനി മഖാമത്തുൽ ബദീഉ സമാൻ ഹമദാനിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. 2 ദിവസം കൊണ്ട് നമ്മൾ യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 26 വീണ്ടും 2 കുറയുന്നു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് 24 ദിവസമാകുന്നു. ഓക്കെ. ഇനി യൂണിറ്റ് 3 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 പാർട്ടാണ് അല്ലേ. മഹജറിൽ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ജിബ്രാനി, ഇലിയ അബുമാദി, നസീബ് അലിയുള്ള, മിഖായിൽ നുയിമ. കാരണം മിഖായിൽ നുയിമ അടുത്തും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അദ്ദേഹത്തെ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. ഇനി ഉന്തുലുസിൽ ഒരുപാട് ആളുകളുണ്ട്. മുവഷഹ, സജിൽ, തബിയ പോലെയുള്ള ടെർമിനോളജി എന്ന് പറഞ്ഞാൽ കവിതയുടെ ഫന്നുകളെ കുറിച്ചുണ്ട്. അപ്പോൾ മുവഷഹത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇബ്നു ദറാജിനെ കുറിച്ച്, ഇബ്നു ഹാനിനെ കുറിച്ച്, ഇബ്നു സൈദൂൻ, ഇബ്നു അബ്ദുറബ് പ്രോസിൽ വരുന്ന ആളാണ്. പ്രോസിൽ ഇബ്നു ഷൈദും ഇബ്നു തുഫൈലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇദ്ദേഹത്തെ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം യൂണിറ്റ് 6 കടന്നു വരുന്നതാണ്. അപ്പോൾ ഉന്തുലുസിൽ ഇത്രയും ആളുകൾ നമ്മൾ നോക്കുക. 3 ദിവസം കൊണ്ട് യൂണിറ്റ് 3 നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ ബാക്കിയുള്ളത് 24 ദിവസമായിരുന്നു. ഈ 24 നിന്ന് ഇനി 3 പോയാൽ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് 21 ദിവസമാകുന്നു. ഓക്കെ. ഇനി യൂണിറ്റ് 4 നമുക്കറിയാം നഖദാണ് അല്ലേ. അതിൽ ഇസ്ലാമി ജാഹിലി കാലഘട്ടത്തിൽ നഖദുണ്ട്, ഇസ്ലാമി കാലഘട്ടത്തിൽ നഖദ്. അതൊക്കെ ടൈറ്റിൽ മാത്രമാണ്, പ്രത്യേകം അതിനടിയിൽ ആരെ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ജനറൽ റീഡിങ് നടത്തൽ നിർബന്ധമാണ്. കാരണം ജാഹിലി കാലഘട്ടത്തിൽ നഖദിൽ നമ്മുടെ ഇസ്തൻവക്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, തൊറഫയുടെ അതൊക്കെ അവിടെ വരും, ജാഹിലി കാലഘട്ടത്തിൽ വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അബ്ബാസി കാലഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് ജുംഹിയ വായിക്കണം, ഇബ്നു ഖുത്തൈബ വായിക്കണം, ഇബ്നു റഷീഖ് അൽ ഖൈറുവാനി. കാരണം നഖദ് അറബി നഖദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഉംദ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇബ്നു റഷീഖ് അൽ ഖൈറുവാനി ആ അർത്ഥത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി ആധുനിക കാലഘട്ടത്തിലെ നഖദിൽ ഹുസൈൻ മർസഫി, ത്വാഹ ഹുസൈൻ, അക്കാദ്, അബ്ദുസ്സലാം മസ്ദി, ലിസാനിയാത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മസ്ദിക്ക് കുറച്ചധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ മസ്ദിയെ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അപ്പോൾ യൂണിറ്റ് 4 നിന്ന് അബ്ബാസി കാലഘട്ടത്തിൽ ഇവരെക്കുറിച്ചും ത്വാഹ ഹുസൈൻ ഉൾപ്പെടെയുള്ളവരെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. 3 ദിവസം കൊണ്ട് നമ്മൾ യൂണിറ്റ് 4 വായിച്ച് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ 21 നിന്ന് 3 കൂടി പോയാൽ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് 18 ദിവസം മാത്രമാകുന്നു. ഓക്കെ. ഇനി യൂണിറ്റ് 5 നമ്മൾ നേരത്തെ ഡീപ്പിൽ എണ്ണിയിട്ടുള്ള അടുത്തൊരു യൂണിറ്റാണ് ബയാന്. ഇതിൻ്റെ മുമ്പിൽ എന്തുണ്ട്, ഇൽമുൽ ബലാഗ എന്ന് പറയുന്ന നിലക്ക് ജനറലായിട്ട് എന്തുണ്ട്, നമുക്ക് ഖബറും അതിൻ്റെ അക്സാമുകളൊക്കെ പറയാമല്ല. ഇൽമുൽ ബലാഗ എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഇൽമുൽ മആനി ഉണ്ട്. ഇവിടെ ഇൽമുൽ ബലാഗയിൽ ബലാഗ എന്താണ്, ഫസാഹ് എന്താണ് എന്നൊരു ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൽമുൽ മആനിയിലെ ഖബർ, ഇൻഷാ, ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്നല്ല. ഏറ്റവും റെലവൻ്റ് ആയിട്ട് ഇൽമുൽ ബയാനിൽ തഷ്ബീഹ്, ഇസ്തിയാറത്ത്, മജാസിന് ഒരു അനുബന്ധം തന്നെയാണ് ഇസ്തിയാറത്ത്. പക്ഷെ അതിന് അത്ര പ്രാധാന്യം ഉള്ളതുകൊണ്ട് അത് വേറെ തന്നെയായിട്ട് എണ്ണുകയാണ്. ഇനി ബദിയുൽ ജിനാസ്,
തിബാഖ്, തൗരിയ പോലെ മുഹസ്സിനാത്ത് ലഫ്ലിയ, മുഹസ്സിനാത്തുൽ മാനവിയ, ഇങ്ങനെ 2 ഭാഗമാണുള്ളത്. അത് രണ്ടും കൂടി ഈ 3 ഭാഗം കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇൽമുൽ അറൂദിൽ നമുക്ക് ആകെ 4 ബഹറുകളാണ് പഠിക്കാനുള്ളത്. മൊത്തം 16 ബഹറുകൾ ഉണ്ടെങ്കിൽ എങ്കിലും 4 എണ്ണമാണ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 4 ബഹറുകളെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ധാരണ ഉണ്ടാക്കുക. 3 ദിവസം കൊണ്ട് ഇതും പരമാവധി കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ 18-ൽ നിന്ന് 3 ദിവസം കൂടി നമ്മളിത് പോയാൽ ഇനി ബാക്കി 5 യൂണിറ്റും ഉണ്ട്, 15 ദിവസവുമുണ്ട്. അപ്പോൾ 5 യൂണിറ്റ് നമ്മൾ 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. ബാക്കിയുള്ളൊരു 5 യൂണിറ്റ് 15 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി യൂണിറ്റ് 6 പുസ്തകങ്ങൾ മാത്രമുള്ളതാണ് അല്ലേ. അപ്പോൾ അഗാനി അസ്ഫഹാനിയുടേതാണ്. അപ്പോൾ അസ്ഫഹാനിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. മുഖദ്ദിമ ഇബ്നു ഖൽദൂൻ്റേതാണ്. അപ്പോൾ ഇബ്നു ഖൽദൂനെ കുറിച്ചിട്ട് നമ്മൾ വായിക്കണം. ഫിഹ്രിസ്ത് വായിക്കണം, മുഅ്ജമുൽ ഉദബാ വായിക്കണം, വഫയാത്ത് വായിക്കണം, ഫുതൂഹുൽ ബുൽദാൻ വായിക്കണം. ഇതിൻ്റെയൊക്കെ കൂടെ എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ ഓതേഴ്സ് ആയിട്ടുള്ള ഇബ്നു നദീം, യാഖൂത്ത്, ഇബ്നു ഖല്ലിഖാൻ, ബലാദിരിലെ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വായിക്കാൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിന് നമ്മൾ 3 ദിവസം കൊണ്ട് ഇതും യൂണിറ്റ് 6ഉം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 15-ൽ നിന്ന് ഇനി 3 പോയാൽ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് 12 ദിവസമാണ്. അപ്പോൾ 4 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, 2 ദിവസം കൊണ്ട് 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റ് 7. ഇതിൽ നമുക്കറിയാം ഷിഅർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, പിന്നെ അൻ നസർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അൻ നസറിലാണ് മക്കാല ഒന്നാമത്, പിന്നെ ഖിസ്സ വരുന്നത്, പിന്നെ റിവായ വരുന്നത്, പിന്നെ മസ്റഹിയ വരുന്നത്. ഓക്കെ, അപ്പോൾ നസറിൻ്റെ അനുബന്ധങ്ങളായിട്ടാണ് ഇത് വരുന്നത്. മക്കാലയിൽ ശരിക്കും 2 പേരുണ്ട്. നമ്മൾ അതൊന്നും വായിക്കണ്ട എന്നല്ല, നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു. ഷിഅറിൽ 14 പേരുണ്ട് യഥാർത്ഥത്തിൽ. ആ 14 പേരിൽ നമ്മൾ ബാറൂദി, ഷൗക്കി, ഹാഫിദ്, മത്രാൻ, സയ്യാബ്, നാസിക്, നിസാർ, ഇവിടെ ഫദ്വി ഉണ്ട്, ദർവേഷ് ഉണ്ട്, അബൂരീഷ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. മക്കാലയിൽ മുഹമ്മദ് അബ്ദു, താത്താവിയൊക്കെ ഉണ്ട്, അത് നമ്മൾ വായിക്കണം. ഇനി ഖിസ്സയിൽ 5-6 പേരുണ്ട്. അതിൽ മംഫലൂത്തി, തൈമൂർ, സക്കരിയ ഇവരെ നമ്മൾ കൂടുതലായിട്ട് നോക്കണം. റിവായയിൽ 12 പേര് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ജുർജി സൈദാൻ, നജീം മഹ്ഫൂദ്, അബ്ദുറഹ്മാൻ മുനീഫ്, അസീഖ് ഹുസൈബി, ഇബ്രാഹിം അൽ കൗനി ഇവരെ നമ്മൾ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മസ്റഹിയിൽ നമുക്ക് 5 പേരാണ് പഠിക്കാനുള്ളത്. അതിൽ മാറൂൻ നഖാഷ്, തൗഫീഖ്, ഉബാല അല്ലേ, ഇനി സൈദനൂസും അതേപോലെ ബാക്കസീറൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ നോക്കണം, കൂടുതലായിട്ട് ഇവരെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 14 പേരുണ്ട്, റിവായയിൽ 12, അപ്പം തന്നെ ശരിക്കും 26ആയി. പിന്നെ മസ്റഹിയയിൽ 5 ഉണ്ട്, മക്കാലയിൽ 2 ഉണ്ട്, പിന്നെ ഖിസ്സ ഖസീറയിൽ 6 ഉണ്ട്. അപ്പോൾ 26, 31, 33, 39 പേര് നമുക്ക് യൂണിറ്റ് 7-ൽ നിന്ന് മൊത്തത്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള യൂണിറ്റാണ്. 5 ദിവസം കൊണ്ട് നമ്മൾ ഇതെന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമുക്ക് 12 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. 12-ൽ നിന്ന് 5 കൂടി പോയാൽ നമ്മുടെ മുമ്പിലുള്ള ഡേയ്സ് എന്ന് പറയുന്നത് കേവലം 7 ദിവസം മാത്രമാണ്. 7 ദിവസം കൊണ്ട് നമ്മളിനി 3 യൂണിറ്റ് കൂടി എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, യൂണിറ്റ് 8 വളരെ ചെറിയൊരു യൂണിറ്റാണ്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇത് സ്പെൻഡ് ചെയ്യേണ്ടിയില്ല. നിയോ ക്ലാസിസം, റൊമാൻറ്റിസിസം, അതേപോലെ മദ്രസത്തു ദീവാന്, ജമാഅത്ത് അപ്പോളോ, റാബിത്ത കലമിയ, ഉസ്ബാന്തുൽസിയ. അപ്പോൾ ഈ 4 മൂവ്മെൻറ്റുകളെ കുറിച്ചിട്ടും അതിൻ്റെ കൂടെ ഈ 2 ട്രെൻഡുകളെ കുറിച്ചിട്ടും എന്ത് ചെയ്യുക, കുറിച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ 9 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഷീറുൽ ഹുർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഷീറുൽ ഹുർ നമ്മൾ ഇവിടെ ടൈറ്റിൽ കൊടുക്കാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളവിടെ യൂണിറ്റ് 7-ൽ നമ്മൾ പ്രധാനമായും കൊടുത്തിട്ടുള്ള ആളാണ് നാസിക്കുൽ മലായിക്കയും ബദർ ഷാക്കിർ സയ്യാബും. ഇവരെ 2 പേരെയും നമ്മൾ വായിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പരിചയപ്പെടും, ഷീറുൽ ഹുർ എന്താണ് എന്ന് പരിചയപ്പെടും. കാരണം നാസിക്കിൻ്റെ അവിടെ ഈജിപ്തിലുണ്ടായിരുന്ന കോളറയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോളറയും അതേപോലെ ബദർ ഷാക്കിർ സയ്യാബിൻ അസ്ഹാറും ദാബിലയിലുള്ള കസീദയൊക്കെ ആയിട്ട് ഇതൊക്കെ ഷീറുൽ ഹുറിലാണ്, ഇത് ബഹർ മുത്തദാരിക്കാണ്, ഇത് ബഹർ റംലിലാണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ഷീറുൽ ഹുർ എന്നുള്ളതിൻ്റെ ചെറിയൊരു വായന നമുക്ക് യൂണിറ്റ് 7-ലെ പോയട്രി പഠിക്കുന്ന സമയത്ത് കിട്ടുന്നത് കൊണ്ടാണ് യൂണിറ്റ് 8 പഠിക്കുന്ന സമയത്ത് അതിൽ ക്ലാസിക്കിയ ജദീദിൻ്റെയും റൊമാൻസിൻ്റെയും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷീറുൽ ഹുർ നമ്മൾ ഉൾപ്പെടുത്താത്തത്. ഓക്കെ, അല്ലാതെ അതൊന്നും റെലവൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ആരും
തെറ്റിദ്ധരിക്കരുത്. ഈ യൂണിറ്റ് 8 നമ്മൾ ഒറ്റ ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവശേഷിക്കുന്ന 7 ദിവസത്തിൽ നിന്ന് ഒരു ദിവസം യൂണിറ്റ് 8 വേണ്ടി സ്പെൻഡ് ചെയ്താൽ ബാക്കി നമുക്കിനി 2 യൂണിറ്റ് കവർ ചെയ്യാനുള്ള ദിവസം എന്ന് പറയുന്നത് 6 ദിവസമാണ്. ഓക്കെ, ഇനി യൂണിറ്റ് 9 നമ്മൾ നേരത്തെ ഡീപ്പിൽ എണ്ണിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ് അല്ലേ. യൂണിറ്റ് 1 നമ്മൾ പറഞ്ഞു, 5 പറഞ്ഞു, 7 പറഞ്ഞു. ഇനി യൂണിറ്റ് 9 ആണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. യൂണിറ്റ് 9 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഭാഗമുണ്ട്. പ്രോസ് ഉണ്ട്, പോയട്രി ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ബുക്സുകളാണ്. ഇങ്ങനെ 3 ഭാഗമാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വരുന്നത് നസറിലാണ്. ഷാ വലിയുല്ലാഹു ദഹ്ലവി, സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജി, അബ്ദുൽ അൽ ഹസനി, അദ്ദേഹത്തിൻ്റെ മകൻ അലി ഹസൻ അൽ നദിവി. ഇങ്ങനെയുള്ള 4 പേരെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കണം. മൈസൂമിയോ ഒന്നും മൈമനിയോ ഒന്നും പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇനി പോയട്രിയിൽ നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. ഫൈദുൽ ഹഖ് ഹൈറാബാദി ഉണ്ട്, സഹാറംഫൂരി ഉണ്ട്, അൻവർ ഷാ കാശ്മീർ ഉണ്ട്, ഉമർ ഖാദി ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ഫൽഫരി അവരൊക്കെ ഉണ്ട്. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇനി നമ്മൾ പറഞ്ഞ രചനകൾ ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ, അതിൻ്റെ രചയിതാവ് ഷാദുൽ ദഹ്ലവി തന്നെയാണ്. അതുകൊണ്ട് ഓദറെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതില്ല. സിബഹത്തുൽ മർജാൻ, അതേപോലെ അബ്ജദ്, ഇത് അബ്ജദ് ഖനൂജിയുടേതാണ്. അപ്പോൾ ഓദർ നമ്മൾ പ്രത്യേകമായിട്ട് വേറെ വായിക്കേണ്ടതില്ല. തുഹഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ളയുടേതാണ്. നുസുത്തുൽ ഖവാത്തിർ അബ്ദുല്ലഹയെ അൽ ഹസനിയുടേതാണ്. റിജാലുൽ സിന്ധു അൽ ഹിന്ദ്. ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ ഓദേഴ്സിന് എന്ത് ചെയ്യണം, ബൽഗറാമിയെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വേറെ തന്നെ അത്തർ മുബാറക് ഫൂരിയൊക്കെ നമ്മൾ വേറെ തന്നെ വായിക്കണം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 9 നമ്മൾ കാണുന്ന ഡേ എന്ന് പറയുന്നത് 4 ദിവസമാണ്. നേരത്തെ നമ്മുടെ 6 ദിവസമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. 6-ൽ നിന്ന് യൂണിറ്റ് 9 4 ദിവസം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് 2 ദിവസമാണ്. ഈ 2 ദിവസം കൊണ്ട് നമ്മൾ യൂണിറ്റ് 10 കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് ലെവൽ പൂർണ്ണമാകും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 10 തർജുമ, ട്രാൻസ്ലേഷൻ, ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമല്ല. നിങ്ങൾക്ക് അറബിക്ക് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കുക, അങ്ങനെ ടേമുകളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം ഈ തർജ്ജമയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എക്കോണമിക് ടേംസുകളാണ്. ഇഖ്തിസാദിയയും മറ്റൊന്ന് സിയാസിയയുമാണ്, പൊളിറ്റിക്കലാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പത്രങ്ങൾ, ഇപ്പോൾ പത്രങ്ങളിൽ രാഷ്ട്രീയ കോളുണ്ടാവും, അറബിയിലും ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം, ആ ടേമുകൾ നമ്മൾ പരിചയപ്പെടണം. അങ്ങനെ ഒരു നേരത്തെ ഉള്ളൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സ്കില്ല് ആർജിക്കുക എന്നുള്ളതല്ലാതെ എക്സാമിന് 2 മാസം അതിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ചെറിയൊരു ഐഡിയ, അതുമായി ബന്ധപ്പെട്ട ചില ടേമുകളുടെ ഒക്കെ ഒരു ചാർട്ടോ ടേബിളൊക്കെ നമ്മൾ കിട്ടിയാൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. തത്ബീഖാത്തുൽ ലുഗവിയയിൽ വരുന്നതാണ് എന്ത്, ജനറൽ ടേംസുകൾ, പത്രത്തിൽ വ്യാപകമായി വരുന്ന ചില തഅബീറാത്തുകൾ. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഹ്വ് എന്ന് പറയുന്നത്. ഇപ്പം നഹ്വിൽ തന്നെ ഇസ്തിസ്നാഇൻ്റെ നിയമം നമ്മൾ പഠിക്കണം, അദദിൻ്റെ നിയമം പഠിക്കണം. ഇതൊക്കെ കൂടുതലായിട്ട് പലപ്പോഴും വരുന്നതാണ്. അതുകൊണ്ട് നഹ്വിൽ അത്തരം ഭാഗങ്ങളൊക്കെ, അല്ലാതെ ഫായിലിന് റഫാണ് മഫൂലിന് നസ്ബ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് അവർക്കും അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ടൊന്ന് ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവസാനം അറബ് ലോകത്തെക്കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻസ്, അതിൽ പലപ്പോഴും അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാവും. മറ്റൊന്ന് അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയ. ഇപ്പോൾ മുമ്പ് ഈജിപ്ത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു അല്ലേ, അതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വരാം. അവിടെയുള്ള കറൻസി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. യൂണിറ്റ് 10 2 ദിവസമാണ് നമ്മളുള്ളത്. അപ്പോൾ നേരത്തെ ബാക്കിയുള്ള 2 ദിവസം, അത് 2 ദിവസം നമ്മൾ യൂണിറ്റ് 10 ചിലവഴിച്ചാൽ നമ്മൾ യൂണിറ്റുകൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ഉദ്ദേശിച്ചുള്ള 30 ഡേ എന്ന് പറയുന്നത് പൂർണ്ണമാകും. ഇനി ബാക്കിയുള്ള അടുത്തൊരു 30 ദിവസത്തിലാണ് നമ്മൾ നമ്മുടെ ടെസ്റ്റ് അറ്റൻഡുകൾ, ഇതിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ, മറ്റ് കാറ്റഗറൈസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. ബൈഫറിൽ ഡെയിലി ടെസ്റ്റുകളുണ്ട്. കുട്ടികൾക്ക് ഓരോ യൂണിറ്റിൻ്റെ ഓരോ ഭാഗം സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ടെസ്റ്റുകൾ കൊടുക്കാറുണ്ട്. അതേപോലെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ യൂണിറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 50-100 ക്വസ്റ്റ്യൻസ് വീതമുള്ള മോക്ക് ടെസ്റ്റുകൾ, മെഗാ മോക്ക് ടെസ്റ്റുകൾ. ഇനി അതേ സെയിം പാറ്റേണിൽ തന്നെ നെറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേൺ 150 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ARF എക്സാമുകൾ. ഇങ്ങനെ വിവിധങ്ങളായ ടെസ്റ്റുകളിലൂടെ കുട്ടികളെ പരമാവധി എങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആക്കാം എന്ന രൂപത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതേപോലെയുള്ള ടെസ്റ്റുകളും മറ്റൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക്
തയ്യാറാവേണ്ടത്. അങ്ങനെ തയ്യാറാകുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സാമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ പൈഫറിൻ്റെ JRF ഫൈനൽ ലാബ് ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ വളരെ സിസ്റ്റമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഐഫറിൻ്റെ ഈ ഫൈനൽ ലാബ് എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഐഫറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെ 3 വർഷത്തോളം ഏറ്റവും മികച്ച റിസൾട്ടുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഫ്രീ ഗൈഡൻസിന് വേണ്ടിയിട്ട് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള സ്കാൻ QR കോഡാണിത്. അതേപോലെ അറബിക്കിൻ്റെ തന്നെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുണ്ട്. അറബിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വിശദീകരിക്കും, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ചെറിയൊരു മെറ്റീരിയൽ നമ്മൾ ഷെയർ ചെയ്യും. ഇങ്ങനെ കുട്ടികൾ പരമാവധി എക്സാമിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ബേസിൽ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫെമിലിയർ ആക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ നടത്തുന്ന ഗൈഡൻസ് ഗ്രൂപ്പുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും JRF ഫൈനൽ ലാബ് ബാച്ചിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏതായാലും നല്ല രൂപത്തിൽ തന്നെ ഈ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ ആകുമ്പോഴേക്ക് പരമാവധി ഭാഗങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കവർ ചെയ്തുകൊണ്ട് നല്ലൊരു റിസൾട്ടിന് വേണ്ടിയുള്ള പഠനം നടത്തുക. എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.